ഏവർക്കും വന്ദനം. ഈ ഒരു വീഡിയോയിൽ യേശുവിൻ്റെ സൗഖ്യദായ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ 4 സുവിശേഷങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ആരോഗ്യനില എന്ത് എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. നമുക്ക് രോഗമുണ്ടോ, നാം രോഗികളാണോ, അതോ ആത്മീയമായി നാം ആരോഗ്യമുള്ളവരാണോ? ഇത് തിരിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും കൗതുകമുണ്ട്, ജിജ്ഞാസയുണ്ട്, താല്പര്യമുണ്ട് എന്ന നിഗമനത്തിലാണ് ഞാൻ ഈ ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ 2 തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഒന്ന്, പട്ടിണിയുടെ അല്ലെങ്കിൽ പട്ടിണി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഡിസീസസ് ഓഫ് പോവർട്ടി ആൻഡ് ഡെപ്രിവേഷൻ എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റ് ഒരു തരത്തിലുള്ള രോഗങ്ങളുണ്ട്, ഡിസീസസ് ഓഫ് വെൽത്ത്. സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ ദാരിദ്ര്യമാണെങ്കിലും പ്രയാസം, സമ്പത്താണെങ്കിലും പ്രയാസം. അതുപോലെ തന്നെ വേറെ വിധത്തിൽ നോക്കുമ്പോൾ 2 തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട്, ഒരാളുടെ ഉള്ളിൽ ക്യാൻസർ രോഗം ആരംഭിച്ചു കഴിഞ്ഞ് വളരെ അധികം കാലം ചെന്നിട്ടാണ് അങ്ങനെ ഒരു രോഗം തന്നെ തൻ്റെ ഉള്ളിലുണ്ട് എന്ന് ആ രോഗിക്ക് തോന്നുവാൻ പോലും ഇടയാകുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ഡോക്ടേഴ്സാണ്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തക്കവണ്ണം ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ അവൻ്റെ ആരോഗ്യനില മോശമാകുന്നത് ലേശം വൈകിയിട്ടാണ്. അപ്പോൾ രോഗം ആരംഭിച്ച ശേഷം അധികം നാൾ കഴിഞ്ഞിട്ടാണ് താൻ രോഗിയാണ് എന്നൊരു ഡോക്ടറുടെ സഹായത്തോടെ ഒരു വ്യക്തി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കാലം അത്രയും രോഗിയായിരുന്നിട്ടും അല്ലെങ്കിൽ അനാരോഗ്യം ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നിട്ടും അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തിരിച്ചറിയുവാൻ ആ വ്യക്തിക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ അങ്ങനെ രോഗമുണ്ടായിട്ടും അല്ലെങ്കിൽ രോഗിയായിട്ടും തൻ്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം. രണ്ടാമത്, ഞാൻ രോഗിയാണ്, എനിക്കിന്ന പോരായ്മയുണ്ട്. നമുക്കറിയാം, കുരുടനായ മനുഷ്യൻ ഭർത്തിമായി അവൻ യേശുവിനെ കണ്ട് മുറവിളിച്ച് ആവശ്യപ്പെടുന്നത്, എനിക്ക് കാണണം, എൻ്റെ കണ്ണ് തുറന്ന് കിട്ടണം. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് അവന് അറിയാം. ബെത്സൈദ കുളക്കരയിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ സൗഖ്യം പ്രാപിപ്പാൻ കാത്തുകിടന്ന ആളുകളുടെ ഇടയിൽ 38 വർഷമായി രോഗശാന്തിക്ക് കാത്തുകിടന്ന മനുഷ്യന് അവൻ്റെ രോഗം എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഏതോ പ്രശ്നമുണ്ടെന്നറിയാം, പക്ഷെ എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രോഗശാന്തിയുടെയും പ്രശ്നം അത് തന്നെയാണ്. ആ പക്ഷവാത രോഗിക്ക് അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ഇല്ല. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും ചിന്തിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദാരിദ്ര്യം കൊണ്ടുവരുന്ന രോഗം, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടുവരുന്ന രോഗം. ഇതിൽ ഏറ്റവും പ്രധാനമായി, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടുതലായി നാം ശ്രദ്ധ ചെലുത്തുന്നത് സമ്പത്ത് കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ രോഗങ്ങളാണ്. കാരണം ഇതാണ് പരിഗണിക്കപ്പെടാത്തത്. പലരുടെ വിചാരം സമ്പത്തുള്ളത് കൊണ്ട് എല്ലാം ശരിയായി. എന്നാൽ സുവിശേഷം നമ്മളെ അങ്ങനെയല്ല അറിയിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ബോധമുണ്ടാകുവാൻ ലാക്കാക്കിയിട്ടാണ് ഈ വീഡിയോയിലെ ചിന്തകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സമ്പത്ത്, നമുക്കറിയാം, മൂഢനായ ധനവാന്റെ ഉപമ യേശു പറയുന്നുണ്ട്. അവിടെ ഒരു വ്യക്തിയുടെ നിലം നന്നേ വിളവ് നൽകി എന്നാണ് പറയുന്നത്. അവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അവൻ നന്നേ അധ്വാനിച്ചു, അതിൻ്റെ ഫലം അവന് കിട്ടി എന്നല്ല അവിടെ പറയുന്നത്. അവൻ്റെ
നിലം നന്നേ വിളവ് നൽകി. അപ്പോൾ അവൻ അധ്വാനിച്ചതിനേക്കാൾ അപ്പുറം അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന ഒരു സൂചന അവിടെ വളരെ വളരെ സൂക്ഷ്മമായി, എ സട്ടിൽ സജഷൻ that he was blessed to an extent that exceeded his efforts. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഒരു അധ്വാനവും അനുഗ്രഹവും ഒന്നുപോലെ സമ്മേളിക്കുന്ന, ഒരുപക്ഷെ അനുഗ്രഹം അധ്വാനത്തെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രത്യേകതയുള്ള സാഹചര്യമാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ സ്വതസിദ്ധമായ ആ വളരെ കുറച്ചു വാക്കുകൾ മാത്രം ഉപയോഗിച്ച് സത്യങ്ങൾ, കാര്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കുന്ന ആ ഒരു വിധം, the unique style of Jesus Christ, which is distinguished by his economy of words. അവിടെ ഇതെല്ലാം ഉൾപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ നിലം നന്നേ വിളവ് നൽകി എന്ന് പറയുമ്പോൾ അത് നാം ശ്രദ്ധിച്ച് അല്പം ധ്യാനിച്ച് വായിച്ചാൽ അതിൽ വലിയ 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 അറിവുകൾ ഏതാനും ചെറിയ വാക്കുകളിൽ യേശു ഉൾപ്പെടുത്തുകയാണ്, ഉൾക്കൊള്ളിക്കുകയാണ്. ഇത് മനോഹരമാണ്. അപ്പോൾ ഈ മനുഷ്യന് അനുഗ്രഹിക്കപ്പെട്ടു, അവന് സമ്പത്തുണ്ടായി. അപ്പോൾ പഴയ ധാന്യപ്പുരകൾ പോരാതെ വന്നു, അതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ വലിയ ധാന്യപ്പുരകൾ പണിത് ഈ ധാന്യമൊക്കെയും നിറച്ചു വെച്ചു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അനുഗ്രഹം കൊണ്ട് അവൻ വലിയ അപകടത്തിലായിത്തീരുകയാണ്. അവൻ പറഞ്ഞു, അനേക നാൾ സമൃദ്ധമായി ജീവിക്കുവാൻ, ഒരുപക്ഷെ തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ളതൊക്കെ ഞാനിങ്ങനെ ചരടിച്ച് വെച്ചിരിക്കുന്നു, കൂട്ടി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇവിടെ സംഭവിച്ചത് എന്താണ്? അനുഗ്രഹം പ്രാപിച്ചത് കൊണ്ട് അവൻ്റെ ജീവിതം പട്ടിണിയിലായി, അവൻ്റെ ജീവൻ പട്ടിണിയിലായി. സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് അവൻ്റെ ആത്മീയ ജീവിതം തികച്ചും അർത്ഥശൂന്യമായി, അത് പൊള്ളയായിപ്പോയി, കാമ്പില്ലാത്തതായിപ്പോയി, അവൻ അധപ്പതിച്ചു പോയി. അനുഗ്രഹം ആപത്താക്കി തീർക്കുന്ന ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിലുണ്ട് എന്ന് ഉച്ചസ്ഥിരം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമാണിത് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാൻ കൂട്ടാക്കാറില്ല. അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വരുന്നു, പക്ഷേ ലഭിക്കുന്ന അനുഗ്രഹത്തെ ജീവൻ്റെ സ്രോതസ്സുകളായി അല്ലെങ്കിൽ ജീവിതത്തെ അർത്ഥവത്താക്കി സമ്പുഷ്ടമാക്കി തീർക്കുന്ന ഒരു ഘടകമായി അറിയുവാനും നിലനിർത്തുവാനുമുള്ള ആത്മീയ പരിജ്ഞാനവും പക്വതയും നമുക്കുണ്ടാകണം. അതില്ലെങ്കിൽ അനുഗ്രഹം ആപത്തായിത്തീരും, അനുഗ്രഹം അപകടമായിത്തീരും എന്ന യാഥാർത്ഥ്യം നാം ഇവിടെ തിരിച്ചറിയണം. ഇത് കേരളത്തിൽ പ്രത്യേകമായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കേരളം ധാർമ്മികമായും ആധ്യാത്മികമായും ഇത്രമാത്രം അധപ്പതിക്കാൻ കാരണം ഇവിടെ പെട്ടെന്ന് സമ്പത്തുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇത് കമ്പാരറ്റീവാണ്, താരതമ്യേന അങ്ങനെ പറയാം. ഇവിടെ വലിയ സമ്പത്തൊന്നുമില്ല, ഉണ്ടെന്ന ആളുകൾ നടിക്കുകയാണ്. ഇല്ലാത്ത സമ്പത്തിൻ്റെ കൊഴുപ്പ് കാണിച്ച് നടക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. എന്നാൽ ഇവിടെ സമ്പത്ത് ഉണ്ടായി. അവിടെ അതുതന്നെ ഇവിടെ നിന്ന് അനേകം ആളുകൾ വിദേശങ്ങളിൽ പോയി അവർ നന്നേ അധ്വാനിച്ച്, പക്ഷേ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന, കേരളത്തിൽ തുടർന്ന് വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അധ്വാനിക്കാതെ സുഭിക്ഷമായി ദുരഭിമാനത്തോടെ ജീവിക്കാൻ പഠിച്ചു. അത് വലിയ അപകടത്തിലേക്ക് നമ്മെ നയിച്ചു. അതുകൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ആരോഗ്യനില പരിശോധിക്കുമ്പോൾ ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനത്തേക്കാൾ ഇവിടുത്തെ ജീവിതമാണ് അനാരോഗ്യമായ ജീവിതം. വിവാഹമോചനം കൂടുതൽ ഇവിടെയാണ്, കള്ള് കുടിക്കുന്നത് ഇവിടെയാണ്, സെക്സ് റിലേറ്റഡ് ക്രൈംസ് കൂടുതൽ ഇവിടെയാണ്, ആത്മഹത്യ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അസുരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന കേരളത്തിലാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിത്തീർന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം സമ്പത്തിൽ കൂടെ ഉദിക്കുന്ന സാമൂഹ്യ രോഗങ്ങളാണ്
എന്ന യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കേരളത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ, മല്ലു ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയും, അവർ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം അങ്ങനൊരു രോഗമുണ്ട്. സമ്പത്ത് കൊണ്ട് നമ്മെ കടന്നു പിടിക്കുകയും കാർന്നു തിന്നുകയും ചെയ്യുന്ന രോഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ മൂഢനായ ധനവാൻ. അവൻ മൂഢനായത് ധനം ഉണ്ടായതുകൊണ്ട്, സമ്പത്തുണ്ടായതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഇതൊരു രോഗമാണ്. അങ്ങനെയുള്ള രോഗം കൊണ്ടൊരു യുവാവ് യേശുവിൻ്റെ അടുത്ത് പോയ കഥ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലുണ്ടെന്ന് നമുക്കറിയാം. അവൻ നിത്യജീവനൊക്കെ പ്രാപിക്കാൻ താല്പര്യമുണ്ട് എങ്കിലും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ അവന് മനസ്സില്ല. വിലങ്ങുതടിയാൻ നിൽക്കുന്നത് അവൻ്റെ സമ്പത്താണ്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവന് അധിക ധനമുണ്ടായിരുന്നതിനാൽ യേശു പറഞ്ഞ് സ്വീകരിക്കാൻ മനസ്സില്ലാതെ അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി. യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ദുഃഖത്തോടെ മടങ്ങിപ്പോയ വളരെ അപൂർവമായ വ്യക്തികളിൽ ഒരാളാണ് ഈ നല്ലവനായ യുവാവ്. അവൻ്റെ ഏക പ്രശ്നം അവന് അധികം സമ്പത്തുണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇതൊക്കെ നാം വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സൂചനകളുള്ള സംഭവങ്ങളാണ്. അത് നിങ്ങളുടെ തുടർന്നുള്ള അന്വേഷണത്തിനായി വിട്ടു തന്നുകൊണ്ട് ഞാൻ അടുത്ത പ്രതിഭാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം സമ്പത്ത്, അതുകൊണ്ടുണ്ടാകാവുന്ന ആത്മീയ രോഗങ്ങൾ. രണ്ടാമതായി ബന്ധങ്ങൾ, അതിൽ കൂടെ നമുക്കുണ്ടാകാവുന്ന രോഗങ്ങൾ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് ബന്ധം. ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ഓൺ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ലളിതമായ പുസ്തകം, പക്ഷേ അനേക നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത്, ആത്മീയതയും മനുഷ്യ ജീവിതത്തിൻ്റെ അന്തസ്സത്തെയും ഒറ്റ വാക്കിൽ ഒതുക്കാൻ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാനതിനുപയോഗിക്കുന്ന പദം ബന്ധം എന്നാണ്, റിലേഷൻഷിപ്പ് അതാണ്. എന്നാൽ അതും രോഗത്തിന് നിദാനമായി തീരും. നാം ജീവിതത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ബന്ധങ്ങൾ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണ് നാം വസിക്കുന്നത്. ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നത് ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരാനുകൂല്യമാണ്. പക്ഷേ ആ അനുഗ്രഹത്തെയും ആനുകൂല്യത്തെയും അപകടത്തിലാക്കുന്ന ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിലുണ്ട് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു ഉത്തമ ഉദാഹരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കണ്ടുമുട്ടുന്ന ശമര്യക്കാരി സ്ത്രീ. അവളുടെ രോഗം എന്ത് എന്ന് നല്ല വൈദ്യനായ യേശു പെട്ടെന്ന് മനസ്സിലാക്കുകയും അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. 4-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ യേശു അവളോട് പറയുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല. അവിടെ പ്രശ്നം ബന്ധങ്ങളായിരുന്നു. ബന്ധം. അത് അവളുടെ മാത്രം പ്രശ്നമല്ല, അതൊരു സമൂഹത്തിൻ്റെ മുഴുവനുമുള്ള രോഗത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? ആരോഗ്യവും സന്തോഷവും ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ അല്ലെങ്കിൽ കഴിവുള്ള മനുഷ്യബന്ധങ്ങൾ അനുഭവിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? ഇത് സ്ത്രീ പുരുഷ ബന്ധമാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദുവെങ്കിലും ഇത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു രോഗമല്ല. രോഗം നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ, ഭവനങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം രോഗാതുരമാണ്. അനുഗ്രഹം അപകടമാക്കുവാനുള്ള മനുഷ്യൻ്റെ ചാതുര്യത്തെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഭൂമി വീർപ്പുമുട്ടി നിൽക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാൻ ദൈവം മനുഷ്യന് നൽകിയ ഈ വലിയ അവകാശത്തെയും അനുഗ്രഹത്തെയും നാം ദുരുപയോഗം ചെയ്ത്, അല്ലെങ്കിൽ അതേത് അച്ചടക്കത്തിൽ നിലനിർത്തിയാൽ അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് അല്പം പോലും ഗൗനിക്കാതെ കൂട്ടാക്കാതെ തന്നിഷ്ടം മാത്രം, തോന്നിയാവാസം മാത്രം വെച്ചിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെട്ട് അത് ജീവിതത്തിൻ്റെ വലിയ ഭാരവും ശാപവും ആക്കി തീർക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതിപ്പോൾ വർദ്ധിച്ചു വരുന്നു. അനേകം ആളുകളുടെ ജീവൻ ഒടുക്കുന്നൊരു പ്രശ്നമാണ്, അനുഗ്രഹമാണ് ഈ ബന്ധം
എന്നത് തിരിച്ചറിയേണ്ട, അത് പുരയുടെ മുകളിൽ നിന്ന് കൊട്ടിഘോഷിക്കുന്നൊരു കാലഘട്ടമാണ് എന്ന് ഞാൻ ദൈവനാമത്തിൽ എവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള രോഗങ്ങൾ നാം കണ്ടു. സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന രോഗം, ബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം. മൂന്നാമതായി നാം അറിയേണ്ടത് അറിവ് കൊണ്ടുണ്ടാകുന്ന രോഗം. അറിവ് നമുക്ക് രോഗമായി തീരാം. എൻ്റെ നല്ല ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25 മുതൽ 37 വരെയുള്ള ഭാഗത്തിൽ നാം കാണുന്ന ന്യായശാസ്ത്രി. അവൻ അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുമ്പിൽ യേശുവിനെ കൊച്ചാക്കാനായിട്ട് അവൻ്റെ അറിവ് ഉപയോഗിച്ച് യേശുവിനെ ഒന്ന് കളിയാക്കാനായി തൻ്റെ സാമർഥ്യത്തെ ഒന്ന് വെളിപ്പെടുത്താനായിട്ട് എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്. അവൻ്റെ അറിവാണ് അവൻ്റെ നിഗളം, അവൻ്റെ അറിവാണ് അവൻ്റെ ധിക്കാരം, അവൻ്റെ അറിവാണ് സത്യത്തെ ചെറുക്കുവാനായി അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പോൾ നാം ചോദിക്കും, അറിവ് നല്ലതാണോ തീയതാണോ? അറിവ് അതിൽ തന്നെ നല്ലതാണ്, അതൊരു സംശയമില്ല. അറിവ് അനുഗ്രഹമാണ്. അറിവില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? പക്ഷേ അതേ അറിവ് കൊണ്ട് നാം അപകടത്തിലേക്കും പോകുവാൻ, മറുതലിപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാൻ, ജീവൻ്റെ പ്രമാണത്തിനെതിരെ മറുതലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആത്മഹത്യാതുല്യമായ ഭോഷത്വത്തിലേക്ക് പോകുവാൻ ഇടയുണ്ട് എന്നത് നാം തിരിച്ചറിയാം. ഇഗ്നേഷ്യസ് ലോയോള ലോകത്തിൽ അനേകം മേൽത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്രോതസ്സായ ഇഗ്നേഷ്യസ് ലോയോള, അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തെപ്പറ്റി ഒരു ദർശനമുണ്ടായിരുന്നു. അതിലടങ്ങിയിരിക്കുന്ന പ്രമാണങ്ങൾ, അതിലേറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത്, അദ്ദേഹം പറയുന്നത്, നാം വിദ്യാഭ്യാസത്തിൽ കൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അറിവ് അവരെ കൂടുതൽ 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 ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. Greater and greater knowledge should bring people closer and closer to God. ഞാൻ ആജീവനാന്തം സേവനം ചെയ്ത സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ മോട്ടോ എന്താണെന്നറിയാമോ? ആഡ് ഡേ ഗ്ലോറിയ. അർത്ഥം ടു ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന സേവനങ്ങൾ മുഴുവനും അതിൻ്റെ ആകത്തുക ദൈവത്തെ മഹത്വീകരിക്കുവാൻ ഉതകുന്നതാകണം. ആ ദർശനം. അപ്പോൾ അറിവും ദൈവസന്നിധിയിലുള്ള വിനയവും രണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്ല സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. അറിവ് വർദ്ധിക്കും തോറും വിനയം കൂടണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ദ മോർ യു നോ, ദ ഹംബ്ലർ യു ബിക്കം. യൂറോപ്പ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സർഗാത്മക ജീനിയസ് എന്ന് കണക്കാക്കപ്പെടുന്ന ഗേർഥ എന്നാണ് എൻ്റെ ജർമ്മൻ പ്രൊനൗൺസിയേഷൻ. മലയാളികൾ ഗഥെ എന്ന് പറയും. ഗേർഥ, അത് ഇച്ചിരി പ്രൊനൗൺസ് ചെയ്യാൻ പ്രയാസമാണ്. ഗേർഥ. അദ്ദേഹം പറയുന്നൊരു കാര്യം, the little that I know only serves to make me aware of the far, far greater things I'm yet to know. ഞാൻ അല്പമായി ഇപ്പോൾ അറിയുന്നു, പക്ഷേ ഞാൻ അറിയുന്നതൊക്കെയും ഇനിയും അറിയാൻ കിടക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് മുന്നേറാൻ എന്നെ പ്രേരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം ഒരിക്കലും അന്തിമമായി ഈ ഒരു മേഖലയിൽ എങ്ങും എത്തുന്നില്ല. മനുഷ്യജീവിതം അനന്തമായ അന്വേഷണത്തിൻ്റെ ആവേശത്തിലായിരിക്കണം. യേശു തന്നെ പറഞ്ഞില്ലേ, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കാത്തവൻ ജഡമാണ്, ശവമാണ്. എന്നാൽ അങ്ങനെ അന്വേഷിക്കുമ്പോൾ, അറിവ് പ്രാപിക്കുമ്പോൾ നാം കൂടുതൽ ദൈവത്തോട് അടുത്തില്ല എങ്കിൽ നമ്മുടെ അറിവ് തന്നെ മരണം ജനിപ്പിക്കുന്ന രോഗമായി തീരും എന്ന ഒരു വലിയ താക്കീത് സുവിശേഷത്തിലുണ്ട്. നമുക്കറിയാം, നാം ക്രൂശിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ മറുഭാഗം നാം കാണുകയാണ്. അറിവുകേടും ഒരു രോഗമാണ്. പലപ്പോഴും നാം ചെയ്യുന്നത് എന്താണെന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അസഹനീയമായ, നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യാത്ത ആ ശാരീരികമായ വേദനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവർ അറിയായകയാൽ.
അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അറിവുകേട്. അറിവുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അറിവുകേട് എന്നതാണ് ആത്മീകമായ ദൃഷ്ടിയിൽ കൂടെ നാം മനുഷ്യൻ്റെ അവസ്ഥയെയും സാംസ്കാരികമായ സാഹചര്യങ്ങളെയും ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു വരും. അറിവുള്ളവർക്കാണ് ആത്മീയമായി ഒട്ടും അറിവില്ലാത്തത്. അതൊരു രോഗം തന്നെയാണ്. അറിവെന്താണ് എന്ന് അറിയാത്ത അറിവിൻ്റെ ഉടമകൾ അറിവ് തന്നെ ഒരു രോഗമായി മാറ്റുന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന് വളരെ ശ്രദ്ധേയമായൊരു വെളിപ്പെടുത്തൽ, ഒരു താക്കീത് നമുക്കിവിടെ ലഭിക്കുകയാണ്. ഇപ്പോൾ 3 തരത്തിലുള്ള രോഗങ്ങൾ നാം ഇതിൽ മനസ്സിലാക്കി. സമ്പത്ത് കൊണ്ടുവരുന്ന രോഗം, ബന്ധങ്ങൾ രോഗാതുരമായി തീരുന്നത്, 3 അറിവുകേടും ഒന്നുപോലെ നമുക്ക് രോഗം ഉണ്ടാക്കുന്നു. ഇനി 4-മതായിട്ട് നമുക്കൊരു കാര്യം അവസാനമായിട്ട് ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ ഉദ്ദേശിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. 4-മത് ഒരു രോഗം പദവി ഒരു രോഗമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നാം കൈവരിക്കുന്നത് നാം അധ്വാനിച്ചിട്ടാണ്, ശ്രമിച്ചിട്ടാണ്, സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് വിലയേറിയ നിലനിൽപ്പുള്ള ജീവിതത്തെ ധന്യമാക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ ഇടയാകണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അധ്വാനവും അനുഗ്രഹവും ദൈവകൃപ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നടത്തിപ്പ്. അപ്പോൾ അധ്വാനവും നടത്തിപ്പും കൈകോർത്ത് പിടിക്കുമ്പോൾ മാത്രമേ അർത്ഥവത്തായ പുരോഗതി, അർത്ഥവത്തായ നേട്ടങ്ങൾ കൈവരിപ്പാനും അങ്ങനെ നാം പ്രാപിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനും ഇടയാകുകയുള്ളൂ എന്ന സുപ്രധാനമായ അറിവ് ഈ യുഗത്തിൽ എല്ലാവരും എപ്പോഴും കണക്കിലെടുക്കേണ്ട ഒരു അറിവ് വചനം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും വളരെ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഈ ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളൊരു കാര്യം, ഒരു വീഡിയോ കണ്ടു, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ 2 പേരോട് 3 പേരോട് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അല്പം അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമായി നിങ്ങളുടെ വ്യക്തിത്വം വളരണം. അതിൻ്റെ വലിയ ദാഹമാണ്, വലിയ ആഗ്രഹമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു മെച്ചം, മേന്മ ഉണ്ടാകത്തക്കവണ്ണം അവിടെ നിലനിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സേവനം ചെയ്യുവാൻ, സാക്ഷീകരിപ്പാൻ നിങ്ങൾക്കൊരാത്മീയമായ കടമയുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ദയവായി ഇങ്ങനെയുള്ള അറിവുകൾ എന്നിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവരിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ സഹപ്രവർത്തകരിലേക്ക് പകരുവാനുള്ള ആത്മീയമായ ഉത്തരവാദിത്വ ബോധം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അധ്വാനിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, സംശയമില്ല, യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ചുമതല ബോധം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നാം ആരാധിച്ചിട്ടും കാര്യമില്ല. കാരണം യേശു പറയുന്നു, ആത്മീയ ജീവിതത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഫലഭൂയിഷ്ടി കൊണ്ടാണ്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ കൊണ്ട് നമുക്ക് അപകടത്തിലേക്ക് പോകുവാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യൂദാസ്. അവനൊരു സ്ഥാനമുണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? അവൻ ഖജാൻജിയായിരുന്നു. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. അവൻ ട്രഷററായിരുന്നു. ആ സ്ഥാനം കൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പ്രേരിതമാകത്തക്കവണ്ണമുള്ള സാഹചര്യം അവൻ തന്നെ സൃഷ്ടിച്ചത്. അവൻ കള്ളനായിപ്പോയത്, അരുമനാഥനെ വിറ്റ് അതും കൂടെ തൻ്റെ സഞ്ചിയിലാക്കി കുറച്ചുകൂടെ അഭിമാനത്തോടുകൂടെ നടക്കാം എന്ന് വിചാരിച്ച മനുഷ്യൻ, അവന് സംഭവിച്ചത് അവൻ്റെ സ്ഥാനമാനം കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് ഓർത്തിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. കാരണം നാം പലരും ലോകത്തിൽ എത്രയോ പേർ
ആന്തരികമായ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന ഒരു അവസരം കിട്ടിയാൽ, ഇന്നൊരു സ്ഥാനം കിട്ടിയാൽ ഞാൻ അതിമനോഹരമായി സേവനം ചെയ്യും. പക്ഷേ ആ കസേരയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും? ഉണ്ടായിരുന്ന വെളിച്ചം കൂടെ ഇല്ലാതെയായിത്തീരും. നാം ഈ കാലത്ത് നമ്മെ ഭരിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ നോക്കിയാൽ അറിയാം, തകർന്നു പോകുന്നത് ആരാണ്? കസേരയും അധികാരവും ഉള്ളവരാണ്. ഏറ്റവും കൂടുതൽ അപമാനം വിളിച്ചു വരുത്തുന്നവരാരാണ്? അവർ തന്നെയാണ്. മനുഷ്യത്വത്തിൻ്റെ പേക്കോലങ്ങളായി പൊതുരംഗത്ത് സ്വയം അവതരിപ്പിക്കുന്നവരാരാണ്? അവരും അത് തന്നെയാണ്. മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സാംസ്കാരിക ലോകത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ തങ്ങളെ തന്നെ കൊഞ്ഞനം കാണിക്കുന്നത് ഈ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. അത് ഈ സ്ഥാനം എന്ന് പറയുന്ന വലിയ മഹാവ്യാധി കൊണ്ട് സംഭവിക്കുന്ന ഭ്രമങ്ങളാണ്. അപ്പോൾ നാം ഈ വീഡിയോയിൽ ഒരു തരത്തിലുള്ള അനാരോഗ്യത്തെ, ആത്മീയ അനാരോഗ്യത്തെ പരിഗണിച്ചു. അതിൻ്റെ 4 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ. ധനം കൊണ്ടുവരുന്ന അനാരോഗ്യം, രോഗം; ബന്ധങ്ങൾ കൊണ്ടുവരുന്ന അനാരോഗ്യം; അറിവ് കൊണ്ടും അറിവ് കേട് കൊണ്ടും വരാവുന്ന രോഗങ്ങൾ; സ്ഥാനമാനങ്ങൾ കൊണ്ട് നാം വിളിച്ചു വരുത്തി വെക്കുന്ന രോഗങ്ങൾ. ഇവയൊക്കെയും സമ്പത്ത് സൃഷ്ടിക്കുന്ന രോഗങ്ങളാണ്. വെൽത്ത് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രിവെൻറ്റീവ് മെഡിസിനോ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നിപ്പോൾ പറയുന്നില്ലേ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നും ഇതിന് പറയും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അങ്ങനെയുള്ള ഡിസീസാണിപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ പോവർട്ടി ഇൻഡ്യൂസ്ഡ് രോഗങ്ങളെക്കാൾ ലൈഫ് സ്റ്റൈൽ ഇൻഡ്യൂസ്ഡ് രോഗങ്ങളാണ് കൂടുതൽ. അത് ട്രീറ്റ് ചെയ്യാനാണ് കൂടുതൽ ധനം ചിലവാക്കേണ്ടത്. കൂടുതൽ അപകടം അവിടെയാണ് എന്ന ഒരു ശാസ്ത്രീയമായ അറിവ് നമുക്കിപ്പോഴുണ്ടല്ലോ. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് തന്നെ ആത്മീയ ഗോളത്തിലുമുണ്ട്, ആത്മീയ അവസ്ഥയിലുമുണ്ട് എന്ന യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണമേ. ആ അറിവ് നമ്മുടെ ജീവിതത്തിലെ ജ്ഞാനവും പരിജ്ഞാനവുമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിജ്ഞാനമായി, വെളിച്ചമായി, നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമായി പരിലസിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ തീർത്ഥയാത്രയിൽ എൻ്റെ സഹയാത്രികരായി നിങ്ങളുണ്ട് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനിടയാക്കിയ സർവശക്തനായ ദൈവത്തെ, എല്ലാവരെയും ഒന്നുപോലെ എക്കാലത്തും സ്നേഹിക്കുകയും കരുതുകയും വിലമതിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആത്മാർത്ഥമായി സവിനയം ആദരിച്ചും ആരാധിച്ചും വാക്കുകൾ ഉപസംഹരിക്കുന്നു.